ഗൈസ്, എല്ലാവർക്കും MICയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരുപാട് നാളത്തെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു FB പേജും കൂടെ വേണമെന്ന് എല്ലാവർക്കും തോന്നാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് FB പേജും കാര്യങ്ങളും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. നമുക്ക് നോക്കിയാലോ FB പേജും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് FB പേജും കാര്യങ്ങളും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ FB അക്കൗണ്ടും കാര്യങ്ങളും എടുക്കുക. അതിനുശേഷം FB അക്കൗണ്ടും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമ്മൾ നേരെ 3 ഡോട്ടും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഇവിടെ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജും കാര്യങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം അവിടെ കൃത്യമായി കാണിക്കും. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ എടുക്കുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചാനലിൻ്റെ പേരാണ് ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പം MIC SRD2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ കാറ്റഗറി നമ്പറും കാര്യങ്ങളുമാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഏത് കാറ്റഗറിയാണോ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ടെക് ഉണ്ട്, മ്യൂസിക്, അങ്ങനെയുള്ള എന്തോ നമുക്കിപ്പോൾ ആദ്യം തന്നെ മ്യൂസിക് ആൻഡ് ഹെൽത്ത് ആൻഡ് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. നിങ്ങളിപ്പം കൊടുക്കുന്ന ടെക് അതേ ടെക്ക്, പിന്നെ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇതിപ്പം ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തത് കൊണ്ടാണ് ഇതിപ്പം ചെയ്തത്. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കാര്യങ്ങളും കൊടുക്കുക. നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ആവുന്നതാണ് കേട്ടോ. നെറ്റ് കുറച്ച് സ്ലോ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ ക്രിയേറ്റിംഗ് കാര്യങ്ങളായിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണോ, പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണോ, അതോ നിങ്ങൾക്ക് ഡിജിറ്റൽ അതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് പേജ് ആയിട്ട് നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റോ സർവീസാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റ് കണ്ടൻറ്റും കാര്യങ്ങളും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടൻറ്റും കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് കണ്ടൻറ്റും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫോട്ടോസും കാര്യങ്ങളും ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രൊഫൈലും ബാക്ക്ഗ്രൗണ്ടും നമ്മളിടും. ഇപ്പോൾ നമ്മുടെ ഇല്ലാതെ ഇടുന്നില്ല, നമ്മുടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് 1000 ഫ്രണ്ട്സിന് ഇതിൻ്റെ മെസ്സേജും കാര്യങ്ങൾ ഇൻവൈറ്റ് പോകുന്നതാണ്. അത് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ നെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം പിന്നെ ചോദിക്കുന്ന മെസ്സേജും കാര്യങ്ങളും നിങ്ങൾക്ക് വേണം, മെയിൽ വഴിയോ സർവീസും കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഓൺ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഓഫ് ആക്കി തന്നെ ഇടുക. ഇപ്പോൾ നമ്മുടെ പേജ് നോട്ടിഫിക്കേഷൻ ആൻഡ് പ്രൊഫൈൽ ഓൺ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേജും കാര്യങ്ങളും ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ പേജും കാര്യങ്ങളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫുള്ളൊരു പേജിൻ്റെ ക്രിയേറ്റ് സംഭവം കാര്യങ്ങളും. ഓക്കെ, ഇതാണ് നമ്മുടെ പേജും കാര്യങ്ങളും ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ FB പേജും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്കും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മെസ്സേജ്, ലൈവ്, നമുക്ക് ലൈവ് ആണെങ്കിൽ പുതിയൊരാൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 100 ഫോളോവേഴ്സും 60 ദിവസം ലേറ്റ് ആയിട്ടുള്ള ഒരു ഓൾഡ് അക്കൗണ്ടും കാര്യങ്ങളും ആയിരിക്കണം കേട്ടോ. അതല്ലേ നമുക്ക് ലൈവും കാര്യങ്ങളും ഇടാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ട് എടുത്തതിന് ശേഷം ഉടനെ തന്നെ ലൈവോ കാര്യങ്ങൾ ഇടാൻ പറ്റത്തില്ല. ഇനി ഇതിന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ FB അക്കൗണ്ടിൻ്റെ വേറൊരു ആപ്ലിക്കേഷനുകളുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. വേറൊരു അക്കൗണ്ട് മീറ്റ ബിസിനസ് ആണ് ഇപ്പം പേരും കാര്യങ്ങളും മാറ്റിയിരിക്കുന്നത്. നേരത്തെ വേറൊരു പേരും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ഇതിനകത്തുള്ള റീൽസും കാര്യങ്ങളും എങ്ങനെ ഷെയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്സസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ വഴിയുള്ള നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റും. സ്റ്റോറി ഉണ്ട്, ആഡുണ്ട്, മീഡിയ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളും ഇതിനകത്ത് വഴി നമുക്ക് കൺട്രോളും കാര്യങ്ങളും ചെയ്യാം. FB പേജും കാര്യങ്ങളും FB നമുക്ക് കൺട്രോളും കാര്യങ്ങളും ചെയ്യാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ വീഡിയോസും കാര്യങ്ങളും ഈ 3 ഡോട്ട്സിനകത്ത് ഞെക്കി ഏറ്റവും താഴത്തെ ബോക്സിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്, റീൽസ്, മീഡിയ, സ്റ്റോറിയും കാര്യങ്ങളെല്ലാം പോസ്റ്റും കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ അവിടെ മാത്രമല്ല ഇവിടെ നമുക്ക് റീൽസും കാര്യങ്ങളും ആക്സസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റും കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഇതേപോലെ പോസ്റ്റും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷനകത്ത് പറയാനുള്ളത്. നമ്മുടെ ഗ്രോത്തും കാര്യങ്ങളും യൂട്യൂബിനകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ പോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റുഡിയോയും കാര്യങ്ങളുമാണ് നമ്മുടെ FB പേജിൻ്റെ കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ FB പേജിനകത്ത് നമ്മൾ വീഡിയോസും കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കാണിച്ചാൽ അതും കൂടെ ഒന്ന് കാണിക്കാം. FB വഴി എങ്ങനെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞില്ലായിരുന്നു. ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് മെസ്സേജ്, സെർച്ച്, തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഡൗട്ടിനകത്തൊരു ഡോട്ട് കൊടുത്തപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീൽസ്, സ്റ്റോറി, അപ്ലോഡ്, നമ്മൾ റീൽസും കാര്യങ്ങളും എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതാണ്. അങ്ങനെയാണ് പോസ്റ്റും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് FB പേജും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു FB പേജും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ
നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് മെസ്സേജും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ഒന്ന് അടിക്കുകയും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, നമ്മുടെ FB പേജും കൂടെ ഒന്ന് ഫോളോയും കാര്യങ്ങളൊന്ന് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം ബൈ.